ട്രാവൽ വ്ലോഗ് എന്ന് പറയുന്ന പരിപാടി ഇതുവരെ പിടിക്കാത്തൊരു പരിപാടിയാണ്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഒരു ട്രാവൽ വ്ലോഗ് ചെയ്യാനായിട്ട് പോവുകയാണ്. കർണാടകയിലെ മംഗലാപുരത്ത് നിന്ന് ഏകദേശം 3 മണിക്കൂർ അപ്പുറമുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അഞ്ചിക്കുഞ്ച എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. വളിക്കുഞ്ച എന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ വീഡിയോയിൽ കാണിക്കാൻ ഞാൻ പോകുന്നേ ഉള്ളൂ. പോകുന്ന വഴിക്ക് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഏകദേശം ഒരു 6 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അങ്ങോട്ട് നടക്കാനായിട്ട് ഏകദേശം 3 മണിക്കൂറും തിരിച്ചിങ്ങോട്ട് നടക്കാനായിട്ട് 4 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി കാര്യങ്ങൾ വീഡിയോയിൽ കാണിക്കാം. നമ്മളിവിടെ ട്രക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഒരു പുള്ളി ಎಕ್ಸ್ಪ್ಲೇನ್ ചെയ്യുകയാണ്. അത് ഞാൻ ನಿಮಗೆ ಕಾಣಿಸಿ ತರಾം. ಪೊಸಿಷನ್ ಉಂಟು ಮೇಲೆ ಗ್ರಾಸ್ ಲ್ಯಾಂಡ್ ಅಲ್ಲಿ ಕೆಳಗಿಂದ ನಿಮಗೆ 2 ಕಡೆಯಲ್ಲಿ ನೀರು ಸಿಗ್ತದೆ ಅಷ್ಟೇ. ಎಲ್ಲಿ ನೀರು ಖಾಲಿ ಆಗ್ತದೆ ಎಲ್ಲಿ ನಾವು ಹೇಳ್ತೇವೆ ನೀರು ಎಲ್ಲಿ ತುಂಬಿಸಬೇಕಂತ ಅಲ್ಲಿ ಮಾತ್ರ ನೀರು ತುಂಬಬೇಕು, ಬೇರೆ ಎಲ್ಲ ಕಡೆಯಲ್ಲೂ ನೀರು ಸಿಗೋದಿಲ್ಲ. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ട്രക്കിങ് ആരംഭിക്കുകയാണ്. അതിന് മുമ്പുള്ള കാര്യങ്ങളാണ് അയാൾ പറഞ്ഞു തന്നെ. അയാൾ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈൽഡ് ആനിമൽസിലും കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശബ്ദം ഉണ്ടാക്കരുത്. ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈൽഡ് ആനിമൽസ് പോവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടുന്ന ചില സ്ഥലങ്ങളൊക്കെ പുള്ളി കാണിച്ചു തരും. ആ സ്ഥലങ്ങളിൽ മാത്രമേ വെള്ളം കിട്ടുള്ളൂ, ആ സ്ഥലങ്ങളിൽ മാത്രമേ വെള്ളം എടുക്കാവുള്ളൂ. പിന്നെ ഇടയ്ക്ക് 5 മിനിറ്റ് ഇരിക്കാൻ തരും, ആ സമയത്ത് ഇരിക്കാം എന്നാണ് പറഞ്ഞത്. അതിന് പറ്റിയ സ്പോട്ടുകളുണ്ട്, അല്ലാത്ത സ്ഥലങ്ങളിൽ ഇരിക്കരുത്. സത്യം പറഞ്ഞാൽ അത്യാവശ്യം റിസ്കി ആയിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം. ഇത്രയും കാര്യങ്ങളാണ്. നിനക്ക് എന്നോട് അറിയാലോ. പുള്ളി വേറെ എന്താ പറഞ്ഞത്? ഇവിടുന്ന് പോകുമ്പോൾ ഇപ്പോൾ 4 മൗണ്ടൻസ് കിട്ടും. 4 മൗണ്ടൻസാ? 4 മൗണ്ടൻസ് ഉണ്ട്. അതിൽ 3 മൗണ്ടൻസ് ഫുള്ള് കാടും മലയും മറ്റേ സ്റ്റോൺസ് ആയിട്ടുള്ളത്. അതേപാട് പിന്നെ ഒരു ഗ്രാസ് മൗണ്ടൻസ് കിട്ടും. ആ ഗ്രാസ് മൗണ്ടൻസ് ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ളത്. സോ നമ്മൾ കെയർഫുൾ ആയിരിക്കണം അല്ലേ? കെയർഫുൾ ആയിട്ട് ഗ്രിപ്പ് ആയിട്ട് പോകാം. ഇതാണ് റൂട്ട് എന്ന് പറയുന്നത്. കണ്ടോ, അത്യാവശ്യം റിസ്ക് ഉണ്ട്. ഒരു കിലോമീറ്റർ ആയിട്ടില്ല, 1/2 കിലോമീറ്റർ ആയപ്പോഴേ ഏറെക്കുറെ മടുക്കാൻ തുടങ്ങിയ അവസ്ഥ. അതുപോലത്തെ കയറ്റാം, പക്ഷേ സ്പോട്ട് അടിപൊളിയാണ്, പറയാതിരിക്കാൻ മേല. ഇതാണ് നമ്മൾ കയറുകയും പോവുകയും വരികയൊക്കെ ചെയ്യുന്ന റൂട്ട്. ഇതുകൊണ്ട് പിള്ളേരൊക്കെ നടന്ന് മടുത്തു. 1 കിലോമീറ്റർ ആയിട്ടില്ലെന്ന് ഓർക്കണേ. അന്യ ടാസ്ക് ഇപ്പം തോന്നുന്നുണ്ട്. നടക്കണ്ടായിരുന്നു, വരണ്ടായിരുന്നു തോന്നുന്നു. അന്യ എക്സ്പീരിയൻസ് ആണ്, പറയാതെ വയ്യ. കാടാണ് കണ്ടോ. അല്ലടാ വ്ളോഗ്. ഈ അവസ്ഥയിൽ കൂടെയാണ് നടക്കുന്നത്. മൊത്തത്തിൽ പൊളിയാണ്, പക്ഷെ നടന്ന് ഊപ്പാട് തരും. പക്ഷെ നടന്നാൽ ഒട്ടും മടുപ്പ് വരത്തില്ല കേട്ടോ. മടുത്തു. ജാക്കറ്റൊക്കെ ഊരി വെച്ചു, കാരണം വേർക്കാൻ തുടങ്ങി. മേളിൽ തണുപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പം കുറച്ച് ഞാൻ റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. വയ്യ. 2 കുപ്പി വെള്ളമായിട്ട് വന്ന 1 കുപ്പി തീർന്നു. വെള്ളം കിട്ടാനില്ല. ഇതുവരെ വന്യമൃഗങ്ങളെ ഒന്നും കണ്ടിട്ടില്ല. ബാക്കി വന്യമൃഗങ്ങൾ വരാതിരിക്കുന്നതന്നെ എനിക്ക് നല്ലതല്ലേ? യെസ്. അപ്പം ബാക്കി കാണിക്കാം. കണ്ടോ, ഇതാണ് ഇരിക്കുന്നത്. ഇടയ്ക്ക് ഇതുപോലത്തെ പാറകളൊക്കെ ഉണ്ട് ഇരിക്കാനായിട്ട്. കണ്ടോ, മൊത്തം കാടാണ്. അവിടെ നിന്നിട്ട് ഇവിടം വരെ കാടാണ്. അതിൻ്റെ അകത്ത് യാതൊരു മാറ്റവും വന്നിട്ടില്ല. മൊത്തം കാട് തന്നെയാണ്. കാടിനകത്തൂടെയാണ് കയറി പോകേണ്ടത്. നടക്കുക, കയറുക എന്നേ ഉള്ളൂ. ഇതിനിടയ്ക്ക് അവരവിടെ ലഞ്ച് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ലഞ്ച് തരുമെന്നാണ് എൻ്റെ ഡൗട്ട് കേട്ടോ. കാരണം ഇതിനകത്തൂടെ അവരെങ്ങനെ ചുമന്നുകൊണ്ട് കയറി പോകുന്ന പോലും അറിയത്തില്ല ഗൈസ്. 1 കിലോമീറ്റർ ആയിട്ടോണ്ടാ ഒന്നോ? എൻ്റെ പൊന്നു ഗൈസ്, 1 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 5 കിലോമീറ്ററോടെ നടക്കുന്ന കാര്യം എൻ്റെ പൊന്നളിയ, എനിക്ക് ചിന്തിക്കാൻ മേല. എന്നാൽ അവസാനം ഉണ്ടല്ലോ, ദേ ഇവിടെ വെള്ളം കിട്ടുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ട്. വെള്ളം എവിടെയാണ് കിട്ടുന്ന വെള്ളം? ദേ ഇത് കണ്ടോ, ദേ ഇതുപോലെ 1 കിലോമീറ്ററിന് ശേഷം നമ്മൾ വെള്ളം കണ്ടു. പക്ഷേ ഇനി ഏതാണ്ട് ഒരു സ്ഥലത്തൂടെ വെള്ളമുള്ളൂ. ഒന്നാമത്തെ കാര്യം, 1 കിലോമീറ്റർ നടന്നപ്പോൾ ഇടപാട് തീർന്നു എന്ന് പറഞ്ഞാൽ ഞാനോർത്തൊരു മിനിമം 4 കിലോമീറ്റർ കഴിഞ്ഞെന്നാണ് ഓർത്തെ. പക്ഷെ 1 കിലോമീറ്റർ എൻ്റെ പൊന്നണ്ണ. അങ്ങനെ 1 കിലോമീറ്റർ ശേഷം വെള്ളം കണ്ടു, വെള്ളം കുടിച്ചു. പക്ഷെ ഇനിയുണ്ടല്ലോ 5 കിലോമീറ്റർ. എൻ്റെ പൊന്നണ്ണ, എനിക്ക് സഹിക്കാൻ മേല. ഇതുവരെ കയറിയ കയറ്റമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ തിരിച്ചു വരക്കണം. ടോട്ടൽ ഏതാണ്ട് 10-12 കിലോമീറ്റർ വരും. പണ്ട് നമ്മുടെ കുളുകുമല പോയ സമയത്ത് അവിടെ ഞങ്ങൾ ഈ പോയ ജീപ്പ് കേടായ സമയത്ത് ഏകദേശം ഒരു 7 കിലോമീറ്റർ 14 കിലോമീറ്റർ അങ്ങോട്ട് നടന്നായിരുന്നു. പക്ഷെ അത് ബെറ്ററായിരുന്നു, ഫാർ ബെറ്ററായിരുന്നു. പക്ഷെ ഇത് സഹിക്ക വയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഫൺ മൂടി കയറി പോകാന്നേ ഉള്ളൂ. പക്ഷെ എക്സ്പീരിയൻസ് ആണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഗൈസ്, ഇതുവരെ കണ്ടതൊന്നുമല്ല. അജാതി കയറ്റം ഇനി മേളിലോട്ട് കിടക്കുന്നത് കണ്ടോ. ഇങ്ങനെ മേളിലോട്ട് കയറ്റാണ്. അപ്പോൾ ഇനിയാണ് കയറ്റം. അവസ്ഥ അയ്യോ.
ഇത് കണ്ടോ, കയറി വരാനുള്ള പാട് കണ്ടോ, പറയാതെ വയ്യ. ഈ ജാതി എക്സ്പീരിയൻസാ, പക്ഷേ ഇടപാട് തീരും. ഇത്രയും താഴെയാണ് നടന്നു വന്നേ. ഇനി എന്തേ ഇത്രയും പോലെ ഇതുപോലെ മുകളിലോട്ട് കിടക്കുക. ഇതുപോലെ മുകളിലോട്ടെന്ന് പറഞ്ഞാൽ 2-3 കിലോമീറ്റർ ഉണ്ട്. അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ മുഖമൊക്കെ കണ്ടല്ലോ. അങ്ങനെ നമ്മൾ 4 കിലോമീറ്റർ നടന്ന്, അതായത് ഈ കുന്നു കയറുന്ന പരിപാടി അവസാനിച്ചു. ഇനിയിപ്പം നേരെയുള്ള കുറച്ച് റോഡ് കൂടെ ഉണ്ട്. പീക്കിൽ എത്തണമെങ്കിൽ നേരെയുള്ള റോഡാണെന്നാണ് പറഞ്ഞത്, ഉറപ്പില്ല. 4 കിലോമീറ്റർ കഴിഞ്ഞു. മുഖമൊക്കെ കണ്ടല്ലോ, എങ്ങനെ കയറിയേ എങ്ങനെയാണെന്ന് നോക്കാം, ബാക്കിയും കൂടെ നോക്കാം. അങ്ങനെ ഈ മറ്റേ കല്ലും മുള്ളും നിറഞ്ഞ വഴി കടന്നിട്ട് നമ്മൾ പുല്ലിനകത്തൂടെയുള്ള നടപ്പ് ആരംഭിച്ചു. സൂര്യൻ വന്നു, വെയിൽ വന്നു. ഇത്ര നേരം തണുപ്പായിരുന്നു, ഇനിയിപ്പം ചൂടായിരിക്കാം. വീണ്ടും കയറുകയാണല്ലോ ദൈവമേ. വീണ്ടും ഇച്ചിരി എടുത്താണല്ലോ വന്നു. പക്ഷേ ഇനി നടപ്പിച്ചിരി പാടാണെന്നാണ് പറഞ്ഞത്. കാരണം തീരാറായി. ഇനി 1 മണിക്കൂറൂടെ, സോറി 1 കിലോമീറ്ററൂടെ നടന്നു കഴിഞ്ഞാൽ അവിടെ എത്തും. പക്ഷേ ആ 1 കിലോമീറ്റർ നടക്കാനായിട്ട് 1 മണിക്കൂർ അടുത്തെടുക്കും. അപ്പോൾ നമ്മൾ പീക്കിലെത്തും. പീക്കിലെ മൊത്തം കാഴ്ച നമുക്ക് കാണാനും പറ്റും. എന്തായാലും ഇത്രയും നടന്ന് ഇനിയും കൂടെ നടക്കാം. എന്നാലും ഇടപാട് തോന്നും തിരിച്ചെങ്ങനെ ഇറങ്ങും എന്നുള്ളതാണ് ടെൻഷൻ. പറ്റണില്ല ഗൈസ്, ഒരു രക്ഷയില്ല. കണ്ടോ, പിന്നെ വെയിലുമാണ്. ടാസ്ക്കാണ്. നല്ല വ്യൂ ആണ്. പക്ഷേ മഞ്ഞാണെങ്കിൽ ഓക്കെ, ഇത്രയും എടുത്ത് പറ്റൂല മോനെ, താങ്ങത്തില്ല. ഇങ്ങനെ ഇനിയുണ്ട് 900 മീറ്റർ. അതായത് നമ്മൾ അവിടെ നിന്ന് നിങ്ങളോട് മുമ്പേ പറഞ്ഞ പോലെ ഈ ഒരു 100 മീറ്റർ ഇതുവരെ നടത്തുള്ളൂ. അന്നേരത്തെ ഹെൽത്ത് കണ്ടീഷൻ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ നോക്കണം. നിങ്ങളോട് പറഞ്ഞ പോലെ രാവിലെ 8 ആയപ്പോൾ തുടങ്ങിയ നടപ്പാണ്. ഇപ്പം സമയം ഏതാണ്ട് 12:30 ഇത് കണ്ടോ, ഒടുവിൽ നമ്മൾ ഏറ്റവും കൂടുതലുണ്ട്. നിങ്ങൾ കാണുന്ന കണ്ടോ, അത് അവിടം വരെ നടക്കണം. സിനിമാറ്റിക് മോഡ് ആയതുകൊണ്ടാണ്. കണ്ടോ, അവിടം വരെ ഇനിയും നടക്കണം. അവിടെ ചെന്നാൽ ഏതാണ്ട് സ്വർഗം കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വയ്യ നടക്കണോ വേണ്ടോ എന്ന് ആലോചിക്കുക. 3-4 വട്ടം നിർത്തട്ടെ എന്ന് ആലോചിച്ചെങ്കിലും ഒടുവിൽ ടോപ്പിലെത്തി. ടോപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, അമ്മാതിരി കേട്ടോ. വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് ടാസ്ക് ഇൻ മൈ ലൈഫ്. അതുപോലത്തെ ടാസ്ക് ആയിരുന്നു, ഒരു രക്ഷയില്ല. ഇതാണ് ടോപ്പ്. അപ്പുറത്തെ സൈഡിലും കാണിക്കണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. സംസാരിക്കാൻ പോലും വരാം. എന്ത് എനർജിയിലാണ് വ്ളോഗ് ഓടി, എന്ത് എനർജിയിലാണ് തുടങ്ങി, എന്ത് എനർജിയിലാണ് നിൽക്കുന്നത്. കണ്ടോ, എല്ലാവരും ടയർഡായിട്ടിരിക്കുക. ആണ് പ്രീമിയം വ്യൂ എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിലെ വ്യൂ ഇതാണ്. ശബ്ദം എടുക്കാൻ മേല, ലോഗ് ചെയ്യാൻ മേല.